ക്രോഷ്യ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയ അന്ന് തൊട്ട് നിങ്ങൾ ചോദിക്കുന്ന സാധനമാണ് ഈ ക്രോഷ്യ ടുലിപ്പ്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത ക്രോഷ്യ പ്രൊജക്റ്റും ഒരു ക്രോഷ്യ ടുലിപ്പായിരുന്നു. അതൊരു കീ ചെയിൻ ആയിരുന്നില്ല, സ്റ്റെമ്മും ലീഫൊക്കെ ഉള്ള ക്രോഷ്യ ടുലിപ്പായിരുന്നു. അതിൻ്റെ വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്നിതാ ഈ ഒരു കീ ചെയിൻ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ശരിക്കും ഞാൻ ഇത്രയും ഭംഗി ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. ഈ ബാഗിലൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇതിൽ വേറെ നമുക്ക് കീ ചെയിൻ റിംഗ് ഒന്നും അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇതന്നെ നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ബാഗിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മുടെ ബാഗിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്ട്രിങ് ഇത്രയും ലെങ്ത്ത് വേണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ചെയ്യുന്ന സമയത്ത് ലെങ്ത്ത് കുറച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം കേട്ടോ. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഈ 2 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇത് ഫ്ലവേഴ്സിനും ഇത് ലീഫിനും വേണ്ടിയിട്ട്. ഇത് രണ്ടും 100% അക്രിലിക് ആണ്. അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ പേര് ഇതിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ട ഹുക്ക് ഏതാണെന്ന് നോക്കണം. ഹുക്ക് യൂഷ്വലി ഇതിൻ്റെ ടാഗിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതിലിപ്പോൾ കണ്ടോ 4mm ഹുക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു 3.5mm ഹുക്ക് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം വരിക സിസേഴ്സ് ആണ്. ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും സിസേഴ്സ് മതി. ഇതുപോലത്തെ സിസേഴ്സ് ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ വേണ്ടത് സ്റ്റിച്ച് മാർക്കറാണ്. ഇതാണ് സ്റ്റിച്ച് മാർക്കർ. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ സേഫ്റ്റി പിന്നായാലും കുഴപ്പമില്ല. നമുക്ക് ഇടയ്ക്ക് ചില റൗണ്ട്സിൽ സ്റ്റിച്ച് മാർക്ക് ചെയ്ത് വെക്കേണ്ടി വരും, റൗണ്ട് തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സേഫ്റ്റി പിൻ എടുത്ത് വെച്ചാലും മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫൈബർ ഫില്ലാണ്. ഇത് നമ്മുടെ ക്രോഷ്യ ടുലിപ്പിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് സ്റ്റഫ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ യൂസ് ചെയ്യാം. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് യാൻസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ. ഇത് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ക്രോഷ്യ ടുലിപ്പിൻ്റെ ബേസ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫൈബർ ഫില്ല് സ്റ്റഫ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഫ്ലവർ ആക്കി എടുക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ് വെച്ചിട്ടാണ്. ഈ സെൻറ്ററിൽ ഇരിക്കുന്നത് മാജിക് റിങ് ആണ് കേട്ടോ. അതിൻ്റെ ചുറ്റും നമ്മൾ പിന്നെ സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ഫുൾ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്തിട്ടാണ് ഇത്രയും ഹൈറ്റ് ആക്കി എടുക്കുന്നത്. ടോട്ടൽ ഇതിൽ 8 റൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റിച്ചസ് ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോഷ്യ ബേസിക്സ് സീരീസിലെ എപ്പിസോഡിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എപ്പിസോഡ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അത് ക്രോഷ്യ ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം മാജിക് റിങ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഈ 2 വിരലുണ്ടല്ലോ, ഈ 2 വിരലിൻ്റെ മേലെ നമ്മുടെ യാണിൻ്റെ ടെയിൽ എൻഡ് ഇതുപോലെ എക്സ് ഷേപ്പിൽ ചുറ്റിയെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻസ് ഈ 2 വിരൽ വെച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് എടുത്തിട്ട് ആദ്യം ചുറ്റിയ യാണിൻ്റെ താഴെക്കൂടെ മറ്റേ യാണിലൊന്ന് കൊളുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വലിക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ 2 വിരൽ വെച്ചിട്ട് എന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്യുക. മറ്റേ കയ്യിൽ നമ്മുടെ യാണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക. എങ്ങനെയാണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയാൽ മതിയേ. ഇനി നമ്മൾ ഈ ഒരു മാജിക് റിങ്ങിനെ സെക്യൂർ ആക്കാൻ വേണ്ടി നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇടണം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഈ യാണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഹുക്കിനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ താഴോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ യാണ് ഹുക്കിൻ്റെ മേലെ ഇരിക്കും. ഇതാണ് യാൺ ഓവർ. ഇനി ഈ ഒരു ലൂപ്പിൽ കൂടെ ഇതിനെ പുൾ ചെയ്യണം. അതിനെയാണ് പുൾ ത്രൂ എന്ന് പറയുക. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു യാൺ ഓവറും ഒരു പുൾ ത്രൂ ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇതാണ് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ മാജിക് റിങ്ങിനെ നമ്മൾ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മാജിക് റിങ്ങിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു യാണ് ഒന്ന് ജസ്റ്റ് വലിച്ചാൽ മതി. കണ്ടോ, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ്. ടോട്ടൽ ഇതിൽ 6 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹുക്കിനെ ഈ മാജിക് റിങ് ആയി 2 വിരൽ വെച്ചിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് യാൺ ഓവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് ഇരിക്കുന്നത് കാണാം നമ്മുടെ ഹുക്കിൻ്റെ മേലെ. ഇനി ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിൻ്റെയും അകത്ത് കൂടെ അതിനെ പുൾ ത്രൂ ചെയ്യുക. ഇത്രയും ചെയ്താൽ ഒരു സിംഗിൾ ക്രോഷ്യ ആയി. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് ഈ 2 ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടി പുൾ ത്രൂ ചെയ്യുക. ഇപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ആയി. ഇതുപോലെ ഇനി ടോട്ടൽ നമുക്ക് 4 എണ്ണം കൂടി ചെയ്ത് ടോട്ടൽ 6 സിംഗിൾ ക്രോഷ്യ ഈ ഒരു റൗണ്ടിൽ ചെയ്യണം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, വീണ്ടും യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. ഇതുപോലെ ടോട്ടൽ 6 എണ്ണം ചെയ്യുക. 6 സിംഗിൾ ക്രോഷ്യേഴ്സും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു യാണിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് വലിക്കുക. ഇത് നമ്മുടെ മാജിക് റിങ്ങിൻ്റെ യാണാണ് കേട്ടോ. അത് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൂപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഹോള് ക്ലോസ്ഡ് ആവും.
ഇനി നമ്മൾ റൗണ്ട് 2 ചെയ്യാൻ പോവുകയാണ്. റൗണ്ട് 2ൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഓരോ സിംഗിൾ ക്രോഷ്യയിലേക്കും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ സൈസ് കൂട്ടണം. അപ്പോൾ ഓരോന്നിലും 2 എണ്ണം ഇട്ട് കൊടുത്താലാണ് ഇനി സൈസ് കൂടി വരുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സിംഗിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ ഇതുപോലെ ഇരിക്കുന്ന വി സ്റ്റിച്ചസ് ഇല്ലേ, ഈ സ്റ്റിച്ചസിൽ ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ലൂപ്പ് യാൺ ഓവർ പുൾ ത്രൂ, അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ആയി. ഇങ്ങനെ റൗണ്ട് 2ലെ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് അതിനി മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചിലപ്പം മനസ്സിലാവില്ല കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇതുപോലെ വി ഷേപ്പിൽ കാണുന്നില്ലേ, ഈ വി ഷേപ്പിൻ്റെ രണ്ടിൻ്റെയും അകത്ത് കൂടെ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ പാസ് ചെയ്യാം, എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യാണ് ചെയ്തത്. നമ്മൾ 2 എണ്ണം ആണല്ലോ ചെയ്യാനുള്ളത്. അപ്പോൾ സെയിം സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ പുൾ ത്രൂ. അപ്പോൾ ഈ സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിലും ഇതുപോലെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. വീണ്ടും അടുത്തത് സെയിം സ്റ്റിച്ചിൽ. ഇങ്ങനെ എല്ലാ സ്റ്റിച്ചസിലും നമ്മൾ 2 എണ്ണം വീതം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ 2 എണ്ണമായി. ഇനി അടുത്തതിൽ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ, പുൾ ത്രൂ, ഒരെണ്ണം കൂടെ. ഇതുപോലെ ചെയ്യുമ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ 12 എണ്ണം കിട്ടും. കാരണം 6 സിംഗിൾ ക്രോഷ്യ ആണല്ലോ നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ എല്ലാത്തിലും 2 എണ്ണം വെച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്റ്റിച്ചസിലേക്കും 2 എണ്ണം ചെയ്തിട്ടില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. ഇപ്പോൾ ടോട്ടൽ 12 എണ്ണം ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ 6 എണ്ണത്തിലും 2 എണ്ണം വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ അയക്കാം. അപ്പോൾ റൗണ്ട് 2 കഴിഞ്ഞു. ഇനി ചെയ്യുന്നത് റൗണ്ട് 3 ആണ്. റൗണ്ട് 3ൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഇട്ടത് നമ്മൾ ഓരോ സ്റ്റിച്ചസിലേക്കും 2 എണ്ണം ആയിരുന്നല്ലോ. ഇത് ആദ്യത്തെ സ്റ്റിച്ചിൽ 1 എണ്ണം, അടുത്ത സ്റ്റിച്ചിൽ 2 എണ്ണം, പിന്നത്തെ സ്റ്റിച്ചിൽ 1 എണ്ണം, പിന്നത്തേൽ 2 എണ്ണം, അങ്ങനെ 1 2 1 2 എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മളിവിടെ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. എല്ലാ റൗണ്ടിലും ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് മിസ്സായി പോകും. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ഇതാണ്, അതിൻ്റെ അകത്തേക്ക് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 സിംഗിൾ ക്രോഷ്യാണ്. ഇതാണ് ഇപ്പം നമ്മൾ ചെയ്ത സ്റ്റിച്ച്, ഈ ഹോള്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റിച്ചിൽ 1 എണ്ണം ചെയ്യുക. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തതിൽ 1 എണ്ണം ചെയ്യുക. പിന്നെ നെക്സ്റ്റിൽ 2 എണ്ണം ചെയ്യുക. ഇങ്ങനെ 1 2 1 2 ചെയ്തിട്ട് ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് എത്തുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 2 എണ്ണമാണ് കേട്ടോ ചെയ്യാനുണ്ടാവുക. ഇവിടെ ആദ്യത്തേൽ നമ്മൾ 1 എണ്ണമാണ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തതിൽ 2 എണ്ണമാണല്ലോ. അപ്പോൾ അതിൽ 2 എണ്ണം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ റൗണ്ട് 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റൗണ്ട് 3ൽ അപ്പോൾ ടോട്ടൽ 18 സ്റ്റിച്ചസ് ഉണ്ടാവും, 18 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും. അത് കൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് കൗണ്ട് ചെയ്ത് 18 എണ്ണം ഇല്ലേന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇപ്പോൾ റൗണ്ട് 3ൽ നമ്മൾ 18 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ. ഇനി നമുക്ക് റൗണ്ട് 4 തൊട്ട് റൗണ്ട് 8 വരെയുള്ള എല്ലാ റൗണ്ടുകളിലും ഒരേ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഇൻക്രീസ് ഇല്ല. ഇനി നമ്മുടെ ഈ 18 സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ 18 സ്റ്റിച്ചിലേക്ക് നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ഇനിയുള്ള റൗണ്ടിലൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റിച്ച് മാർക്കർ അയച്ചു വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് മാർക്കർ അപ്പം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ വി ഷേപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഇനി ഒരു സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഒരു സ്റ്റിച്ചിൽ ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇതേപോലെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഈ റൗണ്ടിൽ എല്ലാ സ്റ്റിച്ചസിലും നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് 4 കംപ്ലീറ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ റൗണ്ട് 4 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി റൗണ്ട് 5 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ
സ്റ്റിച്ച് മാർക്കർ അയച്ചു വെക്കണം. എന്നിട്ട് ആ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റൗണ്ട് 5ലും റൗണ്ട് 4ലും അതേപോലെ തന്നെ ഓരോ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഇനി റൗണ്ട് 4ലുള്ള പോലെ തന്നെ എല്ലാ സ്റ്റിച്ചസിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യസ് വീതം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് 5 കംപ്ലീറ്റ് ആവും. ഇതേപോലെ എല്ലാ സ്റ്റിച്ചസിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ വീതം മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ടുലിപ്പിൻ്റെ ബേസ് മേലോട്ടേക്ക് ഹൈറ്റ് വെക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ റൗണ്ട് 5ലും എല്ലാ സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി റൗണ്ട് 8 വരെ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. എല്ലാ റൗണ്ടിലും സ്റ്റിച്ച് മാർക്കർ മാറ്റിയിടാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ റൗണ്ട് 6 കംപ്ലീറ്റ് ആക്കി. ഇനി റൗണ്ട് 8ൽ കാണാം കേട്ടോ. റൗണ്ട് 8 വരെ ഇത് സെയിം തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ റൗണ്ട് 8 എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റിൽ ടുലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റൗണ്ടുകൾ കൂട്ടാം കേട്ടോ. ഞാൻ ഇപ്പോൾ റൗണ്ട് 8ൽ നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഫാസ്റ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. യാൺ ഓവർ ചെയ്ത് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം ലെങ്ത്ത് വെച്ചിട്ട് നമ്മുടെ യാൺ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് വലിക്കുക. ഇനി നമ്മൾ അടുത്തൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡും റോങ് സൈഡും ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ തിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിലുള്ള സ്റ്റിച്ചസൊക്കെ ഏകദേശം ഇങ്ങനെ ഹൊറിസോണ്ടൽ പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചസുകളൊക്കെ ഏകദേശം ഇങ്ങനെ വി ഷേപ്പിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഈ വി ഷേപ്പിലിരിക്കുന്നതാണ് റൈറ്റ് സൈഡ്, അതാണ് പുറത്ത് വരേണ്ടത്. അപ്പം ഇങ്ങനെ തിരിച്ചിട്ട് അതിനെ പുറത്താക്കി വെക്കണം കേട്ടോ. ഈ സൈഡ് പുറത്ത് വരുന്ന രീതിയിലാക്കിയിട്ട് തിരിച്ചു വെക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ടുലിപ്പിൻ്റെ ബേസ് സെറ്റായി. ഇനി നമുക്കിതിൽ ഫൈബർ ഫില്ലൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 ഉണ്ടാക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ടുലിപ്പിൻ്റെ ലീഫും കോഡും സെറ്റാക്കിയിട്ട് ഇതിൻ്റെ ബാക്കി ചെയ്യാം കേട്ടോ. ലീഫ് ഇതുപോലെ നമ്മൾ 2 ലീഫ് ഇതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ലീഫിൻ്റെ ഫസ്റ്റ് ഹാഫാണ് സെറ്റാക്കുക. ഈ ഒരു റോ ആണ് കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കും. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. സ്ലിപ്പ് നോട്ട് ഇടാൻ മാജിക് റിങ് പോലെയൊക്കെ തന്നെ ഈ 2 വിരലിൻ്റെ മേലെ എക്സ് ഷേപ്പിൽ ഇതുപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഹുക്ക് യൂസ് ചെയ്ത് ആദ്യത്തെ യാണിൻ്റെ താഴെക്കൂടെ മറ്റേ യാണിനെ വലിക്കുക. ഇതുപോലെ കൊളുത്തിയിട്ട് ജസ്റ്റ് വലിക്കുക. ഇങ്ങനെ ചെയ്താൽ സ്ലിപ്പ് നോട്ടായി കേട്ടോ. അപ്പോൾ നമ്മുടെ യാണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് 19 ചെയിൻ സ്റ്റിച്ചാണ്. ഓക്കെ, 19 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യാണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഹുക്കിനെ കൊണ്ടുപോയിട്ട് യാൺ ഓവർ ചെയ്ത് ഫുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ചെയിൻ സ്റ്റിച്ച്. ഇതുപോലെ നമ്മളിനി ടോട്ടൽ 19 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. യാൺ ഓവർ ഫുൾ ത്രൂ. നമ്മൾ 19 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ ലീഫ് സെറ്റാക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 2 ലീഫിൻ്റെയും ഹാഫ് പോർഷന് ഇതുപോലെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റിച്ച് അത് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റിച്ചിലേക്കാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റിച്ച് വിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഫുൾ ത്രൂ ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും ഫുൾ ത്രൂ ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഫുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഇരിക്കുന്നത് കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് ഫുൾ ത്രൂ ചെയ്യണം. ഇതുപോലെ ഒരുമിച്ച്. അപ്പം ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യായി. ഇനി അങ്ങോട്ടുള്ള 5 സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്യാനും ഹാഫ് ഡബിൾ ക്രോഷ്യ പോലെ ആദ്യം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് ഫുൾ ത്രൂ ചെയ്യുക. അപ്പോൾ 3 ലൂപ്പ് കിട്ടും. ഇനി യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഫുൾ ത്രൂ ചെയ്യുക. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും ഫുൾ ത്രൂ ചെയ്യുക. ഇതേപോലെ ഇനി നെക്സ്റ്റ് ഉള്ള 4 സ്റ്റിച്ചിലേക്കും ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പം യാൺ ഓവർ ചെയ്യുക, സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് ഫുൾ ത്രൂ ചെയ്യുക,
ആദ്യത്തെ 2 സ്റ്റിച്ചിനുള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നെക്സ്റ്റ് 2 സ്റ്റിച്ചിനുള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മൾ 5 സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ, നേരെ ഓപ്പോസിറ്റ് ഇവിടെ ചെയ്തില്ലേ, ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇനി അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ, യാൺ ഓവർ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ പുൾ ത്രൂ, 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും പുൾ ത്രൂ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ പുൾ ത്രൂ. അപ്പോൾ നമ്മൾ ഒരു ലീഫിൻ്റെ ഹാഫ് സെറ്റായി. ഇനി ഇതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ലീഫിൻ്റെ ഹാഫാണ്. അപ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെ സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ 5 ഡബിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക, യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, യാൺ ഓവർ പുൾ ത്രൂ, 3 സ്റ്റിച്ചിൻ്റെയും ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. ഇനി നെക്സ്റ്റ് 5 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ, യാൺ ഓവർ, ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ പുൾ ത്രൂ, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക, അടുത്ത 2 ലൂപ്പിൻ്റെ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇതുപോലെ അടുത്ത 4 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ. 5 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ. ഇപ്പം നമ്മുടെ ലീഫിൻ്റെ ഒരു ഹാഫ് സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഹാഫും സെയിം പാറ്റേണിൽ തന്നെയാണ് കംപ്ലീറ്റ് ആക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, 5 ഡബിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ. ഇതാണ് ഒരു ലീഫിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആക്കുക. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലീഫിൻ്റെ ഹാഫിലും സെയിം പാറ്റേൺ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ, ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ നമ്മൾ ഇപ്പോൾ ഇട്ട സെയിം സ്റ്റിച്ചിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ പുൾ ത്രൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ സ്റ്റിച്ചസും ഈ ഒരു ലൈനിലാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പം ഈ നോട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്കാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം യാൺ ഓവർ ചെയ്യുക, യാൺ ഓവർ, എന്നിട്ട് ഇതാ ഈ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും യാൺ ഓവർ പുൾ ത്രൂ. ഇപ്പോൾ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുൾ ത്രൂ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യാണ്. വീണ്ടും യാൺ ഓവർ, നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, യാൺ ഓവർ പുൾ ത്രൂ, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക, അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇനി 4 ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി യാൺ ഓവർ ചെയ്യുക, സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, യാൺ ഓവർ പുൾ ത്രൂ, 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി നമ്മൾ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, 5 ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെയും സിംഗിൾ ക്രോഷ്യ. അപ്പോൾ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് ചെയ്തു, യാൺ ഓവർ പുൾ ത്രൂ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ, യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, യാൺ ഓവർ പുൾ ത്രൂ, 3 ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇനി നമ്മൾ 5 ഡബിൾ ക്രോഷ്യ. ഈ സെയിം പാറ്റേണിൽ നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആക്കാം. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ആ ഒരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലീഫിൻ്റെ ഭാഗം സെറ്റായിട്ടാണ്. അപ്പോൾ നമുക്കിതുപോലെയാണ് കിട്ടുക. ഇനി ഒരു ചെയിൻ 1 ചെയ്തിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ ലീഫ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്ട്രിങ്ങും കൂടെ സെറ്റാക്കി എടുക്കണം. ഇനി സ്ട്രിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് സെയിം പോലെ തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ 50 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി ഇതേപോലെ ചെയിൻ സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കുക. 1 2 3 4 5
50 അങ്ങനെ 50 ചെയിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 8 ഇഞ്ചാണ് ലെങ്ത് ഉണ്ടാവുക 50 ചെയിൻസ് എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ഇതിനേക്കാളും ലെങ്ത് കൂട്ടണമെങ്കിൽ കുറച്ചും കൂടെ ചെയിൻസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ എൻഡുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വീവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ നീഡിൽ കോർത്ത് കൊടുക്കുക. നീഡിൽ കോർത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അധികം കാണാത്ത രീതിയിൽ സ്റ്റിച്ചിൻ്റെ ഇടയിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ എന്നിട്ട് എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്യുക. 2 സൈഡിലും അതുപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ എൻഡ് കാണാൻ പറ്റില്ല. ഇങ്ങനെ ഉള്ളിലേക്ക് വീവിങ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ചസുകളൊക്കെ അയിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അയിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. ഇപ്പം നമ്മുടെ ലീഫും സ്ട്രിങ്ങും ട്യൂലിപ്പിൻ്റെ ബേസിക് പോർഷൻസും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്യണം. ആദ്യം നമുക്ക് ലീഫും സ്ട്രിങ്ങും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നീഡിൽ കോർക്കുക. എന്നിട്ട് നമ്മുടെ ലീഫിൻ്റെ ഏകദേശം സെൻട്രൽ പോർഷൻ നോക്കുക. ഇതാണ് സെൻട്രലായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്റ്റിച്ചിൽ കൂടെ പുറത്തെടുക്കുക. അങ്ങനെ ചെയ്താൽ ഈ ഒരു എൻഡ് ഉള്ളിലേക്ക് കയറി. അതേപോലെ തന്നെ ഈ എൻഡും ചെയ്യാം. ഇനി നമുക്ക് ഇത് നമ്മുടെ ട്യൂലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ട്യൂലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ നീഡിൽ കോർത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ട്യൂലിപ്പിൻ്റെ ഈ മാജിക് സർക്കിളിൻ്റെ യാൺ ഉണ്ടായിരുന്നില്ലേ, ആ യാണുമായിട്ട് ടൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആക്കുന്നുണ്ട്. നല്ലപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ ടൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ട്യൂലിപ്പ് ഒന്ന് ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ടേപ്പിസ്ട്രി നീഡിൽ ഇട്ട് കൊടുക്കുക. ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കുക. നാല് സൈഡും തുന്നിക്കഴിഞ്ഞാൽ ഇതൊന്ന് വീവിങ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ട്യൂലിപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ സൈഡിലും ട്യൂലിപ്പ് സെറ്റാക്കി കൊടുക്കുക. കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പൊന്തിരിക്കുന്ന ചെറിയ ചെറിയ നാരുകളില്ലേ, അത് ലൈറ്റർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. ഇത് ആക്ച്വലി നല്ല അടിപൊളിയായിട്ട് ബാക്ക് ചാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ കീ ചെയിൻ റിങ് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റാച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അറ്റാച്ച് ചെയ്യാണ്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്കതൊരു ബാക്ക് ചാമായിട്ട് യൂസ് ചെയ്യാം. ഇത്രയും ലെങ്ത്ത് നമ്മുടെ ഈ സ്ട്രിങ്ങിന് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന 50 ചെയിൻസ് ഉണ്ടല്ലോ, അതിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ആക്ച്വലി ഇത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ബാക്ക് ചാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ലീഫ് ആക്ച്വലി ഇതുപോലെ ഇങ്ങനെ നീക്കിയെടുക്കാൻ പറ്റും. ആക്ച്വലി ഇത് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചാലും കൂടുതൽ ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയോ ഇല്ലേന്നുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് അതിനനുസരിച്ച് അടുത്ത വീഡിയോ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ക്രോഷിയൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കണ്ട കേട്ടോ.